സുപ്രീം വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു 4 മണി പലഹാരം ഉണ്ടാക്കിയാലോ, ചായയുടെ കൂടെ ഒരു കടി. അതിനായിട്ട് നമ്മുടെ പച്ചക്കറി കൂട്ടത്തിൽ കിട്ടി കായ ഞാൻ എടുത്ത്, അപ്പോൾ പച്ചക്കായ എടുത്ത് നമുക്കതൊന്ന് ബജ്ജി ഉണ്ടാക്കാമേ. അത് ചെത്തി അത് നൈസായിട്ട് വേണം അരിയാൻ. അത് കീറി നമ്മൾ 4-5 പീസാക്കി നൈസായിട്ട് തന്നെ കീറി വെച്ച് ഇനിയിപ്പോൾ അതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. ഞാൻ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 2 സ്പൂൺ അരിപ്പൊടി, വറുത്ത അരിപ്പൊടി എടുത്ത്, പിന്നെ കായപ്പൊടി എടുത്ത്, കുറച്ച് ഉപ്പും ചേർത്ത് നമുക്ക് നല്ല കാശ്മീരി മുളക് പൊടിയാണ്, നല്ല കളറും കിട്ടും. കാശ്മീരി മുളക് പൊടിയും പിന്നെ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, ഗാർലിക് പേസ്റ്റ് കൂടെ ഇട്ട് നമുക്ക് ഇനി വെള്ളവും കൂടെ ചേർത്ത് നമുക്കതിനുള്ള ബാറ്റർ തയ്യാറാക്കാം. അപ്പം ഒത്തിരി ലൂസാവരുത്, നല്ല ഒരു രീതിയിൽ നമുക്ക് കായ്ക്കകത്ത് ഈ രീതിയിൽ തന്നെ നമ്മൾ കലക്കി ഇനി നമുക്ക് ഇത് വറുത്തെടുക്കാനായിട്ട് നമുക്കൊരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. ഓയിലൊഴിക്കാം. ഓയിൽ നല്ലപോലെ ചൂടാകട്ടെ. നമുക്കിനി ഈ ബാറ്ററിനകത്ത് ഈ നമ്മൾ വെച്ചിരിക്കുന്ന കായ ഓരോന്നായിട്ട് ഓരോ പീസായിട്ട് മുക്കി നമുക്ക് വറുത്തെടുക്കാം. അപ്പം ഇങ്ങനെ വറുത്ത് തിരിച്ച് മറിച്ച് ഇട്ട് വറുത്തെടുത്താൽ മതി. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ബജ്ജിയാണ്. അപ്പം കായൊന്നും വേസ്റ്റായി പോകത്തില്ല, പച്ചക്കറി കൂട്ടത്തിൽ കിട്ടുന്നതൊക്കെയാണ്. അപ്പം നമുക്ക് നല്ലപോലെ കഴിക്കാം, നല്ല ടേസ്റ്റായിരിക്കും. നിങ്ങളൊക്കെ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക്, കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ എളുപ്പമോ. അപ്പം നമ്മുടെ കാബജ്ജി ഇവിടെ റെഡിയായിരിക്കുകയാണേ. വേഗത്തിൽ തന്നെ നിങ്ങളൊരു കാബജ്ജി റെഡിയായി നോക്ക്. ഓക്കെ, താങ്ക്സ്.